നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം. വചനങ്ങൾ കർത്താവെ പറയുവാനും അല്ലെങ്കിൽ നാവിലെടുക്കുവാനും കർത്താവ് വലിയ കൃപ നൽകിയല്ലോ. ഞങ്ങളൊന്നിനൊരു പ്രാപ്തരല്ല കർത്താവ്. അനുഭവത്തിൽ കൂടെ കടന്നു പോകാത്തവരുണ്ട്. നിന്റെ കൃപയായ കർത്താവ് അത് അനുഭവക്ക് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതം തന്ന് നിന്റെ ശരീരമാണ് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി കർത്താവെ കൂട്ടുവേലക്കാരായി തരുമ്പോൾ ഞങ്ങളെ സഹായിക്കുമാറാണ്, ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുത്തിയ ഓരോ ജനത്തിനുമായ സ്തോത്രം. ഇനിയും കടന്നു വരുവാളവരെ കർത്താവ് കൂട്ടിവരുത്തുമാറാകണം. യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരെ കർത്താവ് നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്നെ അനുഭവിച്ചറിയുവാൻ അവർക്കും കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് പ്രസാദമുള്ള ജീവിതങ്ങളിലേക്ക് കർത്താവെ ഈ തിരുമൊഴികൾ എത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളുടെ പരിസരങ്ങളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, അവരുടെ ചിന്താമണ്ഡലത്തെ നിന്റെ പ്രായശ്ചിത്തം ഏതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. തിരുനാമത്തെ ഉയർത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ബൈബിൾ ക്ലാസ് കൂടെ നമുക്ക് കർത്താവ് നൽകിയത് ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം. അധികം ഇൻട്രോഡക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല. കൊളോസ്യ ലേഖനത്തെയും എഫേസ്യ ലേഖനത്തെയും ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമാകുന്ന സഭയും തമ്മിലുള്ള ബന്ധം ഞാൻ എപ്പോഴും പറയുന്നത്, സഭ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചിന്ത കടന്നു പോകുന്നത് ഫിസിക്കലായിരിക്കുന്ന ഡിനോമിനേഷൻസിലേക്കാണ്. ഡിനോമിനേഷൻ അല്ല ചർച്ച്. ഇന്ന് അവൻ്റെ ചർച്ച് ഐഹികമല്ല, ടാഞ്ചബിൾ അല്ല, ദൃശ്യമായതല്ല, ഓരോ വ്യക്തികളിലാണ് പടയപ്പെടുന്നത്. എന്നാൽ അവിടെ പ്രവർത്തികളിൽ കൂടെ നമുക്കറിയാൻ സാധിക്കും ഇത് അത്യുന്നത ദൈവത്തിൻ്റെ മന്ദിരമാണോ അല്ലയോ എന്നുള്ളത്. ദുഷ്ടാത്മ സേനകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇവനിൽ ക്രിസ്തു അല്ലെങ്കിൽ ഇവളിൽ ക്രിസ്തു വസിക്കുന്നു. ഇവൻ്റെ നാവ് കൊണ്ട് ഞങ്ങളെ ന്യായം വിധിക്കാനുള്ള അധികാരമുണ്ട്. ഇതൊക്കെ ദുഷ്ടാത്മ സേനകൾക്കും അറിയാം. എന്നാൽ മനുഷ്യർക്ക് ഈ സ്പിരിച്വലായിട്ട് വ്യാജ സ്പിരിറ്റുള്ള കുറേ പേർക്കും അറിയാൻ സാധിക്കും. എന്നാൽ ആത്മീകൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മീകൻ എന്ന് പറഞ്ഞാൽ ദോസ് ഹു ആർ കൺട്രോൾഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, ആ ഭാഗത്തിലേക്ക് കിടക്കുന്ന കുറച്ച് ഡീറ്റെയിലായ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഈ സാൽവേഷൻ എങ്ങനെയാണ് അക്കംപ്ലിഷ് ആകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ രക്ഷ നടപ്പിലാകുന്നത് എന്നൊരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഒരു സ്റ്റഡി നമ്മുടെ യൂട്യൂബിൽ ചാനലിലുണ്ട്. ദി ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇനി ഇവരെ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ഈ ക്ലാസ്സിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടി അതിനകത്ത് കാണാൻ സാധിക്കും. എന്നാൽ വളരെ ഷോർട്ടായിട്ട്, കാരണം ഇന്ന് വിശ്വാസ ഗോളത്തിൽ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ വന്നിരിക്കുന്നത് കൊണ്ട്, എന്നാൽ ഒരു വ്യക്തിയിൽ രക്ഷ എങ്ങനെ നടക്കും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്. അതിൻ്റെ ഒരു മിനിമം 7 കണ്ടീഷൻസ് അതിൻ്റെ ഫുൾഫില്ലായുള്ള, അതിൻ്റെ ഫുൾനെസ്സിൽ നമ്മെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇൻഡിസ്പെൻസിബിളായിരിക്കുന്ന ഒരു കണ്ടീഷനുകളായിട്ടാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ പിതാവ് ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതാണ് പ്രായശ്ചിത്തം അല്ലെങ്കിൽ അറ്റോൺമെൻറ്റ്. അവനെ മരിച്ചൂടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അത് പൂർണ്ണമായി ഡിവൈൻ ജസ്റ്റിസിന്, അതായത് മാനവജാതിയുടെ മേൽ വിധിക്കപ്പെട്ട ശിക്ഷ, മരിക്കണമെന്നുള്ള മാറ്റമില്ലാത്ത ശിക്ഷ അവൻ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് അവൻ മാനവജാതിക്ക് പകരമായി തൻ്റെ ശരീരം കുരിശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി മരണം അനുഭവിച്ചു എന്നാണ് ഹെബ്രായ ലേഖനം 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പലരും ഇത് അംഗീകരിച്ചില്ലെങ്കിൽ അവരുടെ പ്രാണനും ആത്മാവും രക്ഷ പ്രാപിക്കുകയില്ല. അത് വിഷയം വേറെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കണ്ടീഷനാണ് റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലിൻ്റെ, അത് നമ്മുടെ വിശ്വാസമോ അല്ലെങ്കിൽ നമ്മുടെ റിപ്പൻറ്റൻസ് ഒന്നും തന്നെ നമ്മുടെ ഇമോഷനിൽ ലിമിറ്റഡ് ആയിരിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രവർത്തിക്കുന്നതല്ല, നമ്മുടെ ഫ്രീ വില്ലിൽ പ്രവർത്തിക്കേണ്ട ഒരു വിഷയമാണത്. ഫ്രീ വില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വയമായിട്ടുള്ള തീരുമാനമായിരിക്കണം. ജസ്റ്റ് ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫെയ്ത്ത് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റിപ്പൻറ്റൻസ് ഒന്നും ദൈവം കണക്കിടുന്നില്ല. ദൈവം നോക്കുന്നത് വില്ലിലേക്കാണ്. അത് പറഞ്ഞ എബ്രായ ലേഖനത്തിൽ 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്തറിയുന്ന ദൈവം. അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്തറിയുന്ന നമ്മുടെ ഫ്രീ വില്ലിൽ ഡിസിഷൻ എന്താണ്,
ദൈവികത മാത്രം എൻ്റെ ജീവിതം നടന്ന് ഇത്രയും നല്ലവനായ ദൈവം ഞാൻ പാതാളത്തിൽ നരകത്തിൽ പോയി ശിക്ഷ അനുഭവിക്കേണ്ടതിന് പകരം തൻ്റെ പുത്രനെ ആദരിയാതെ എനിക്ക് പകരമായി മറ്റു മനുഷ്യരെ നോക്കട്ടെ, എനിക്ക് പകരമായി എൻ്റെ പാപത്തിന് ശിക്ഷ വഹിപ്പാൻ അല്പസമയത്തേക്ക് കൈവിട്ട ആ സ്നേഹത്തിൽ അവൻ എന്നെ കരുതും. ഞാൻ അവന് ഇഷ്ടമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരേക്കും അവൻ്റെ ദീർഘക്ഷമയിൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുവാൻ ഞാൻ അനുവദിച്ചു. ഇനി ശേഷിച്ച ആയുസ് അവൻ്റെ വരവിനോളം ഞാൻ അവനായി അവൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ ഏൽപ്പിക്കുന്നുള്ളൂ. ആ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ, നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ, ആ ഡെലിബറേറ്റ് ആക്ഷൻ, അതാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ നടക്കുന്നതാണ് റീജനറേഷൻ. മറ്റൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് അല്ല, സേവിങ് ഫെയ്ത്ത്. ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് എന്ന് പറയുന്നതും സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് രണ്ടാണ്. ക്രിസ്തുവിനെ കുറിച്ച് ചരിത്രപരമായുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് തന്നെ അഭിഷേകത്തിലെ ദൈവദാസന്മാരിൽ കൂടെ പ്രസംഗങ്ങളിൽ കൂടെ തന്നെ കേട്ടു, കൺവെൻഷനിലൂടെ കേട്ടു. അത് ശരിയാണെന്ന് അംഗീകരിച്ചു, ബൈബിൾ ശരിയാണെന്ന് അംഗീകരിച്ചു. യേശു ദൈവമാണെന്നും അവൻ മനുഷ്യരായിട്ട് അവതരിച്ചുവെന്നും വരുവാനുള്ള മനുഷ്യപുത്രൻ അവനാണെന്നും സകലത്തിന് അധികാരം ലഭിക്കാൻ പോകുന്നത് അവനാണെന്നും അവന് വിശ്വസിക്കുന്നവരെ വീണ്ടും എടുക്കുമെന്നും അവൻ വരുമെന്നൊക്കെയും ഹിസ്റ്റോറിക്കലായിട്ട് വിശ്വസിച്ചതുകൊണ്ട് ആയില്ല. അത് ഇൻ്റലക്ച്വൽ ഫെയ്ത്താണ്. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. പേഴ്സണൽ റിലേഷനിലൂടെ അവൻ നമ്മുടെ പാപത്തിന് മോചനത്തിനായിട്ട്, പാപപരിഹാരത്തിനായിട്ട് അവൻ അറ്റോൺമെൻറ്റായി, പ്രായശ്ചിത്തമായി, അത് പിതാവായതയും പുത്രനായതയും തമ്മിലുള്ള ഒരു കവനൻ്റാണ്. അത് നടന്നു, അവന് മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള അറിവ് ആവശ്യമാണ്. ആ വിശ്വാസത്തിൽ കൂടെ അതിനെ അംഗീകരിക്കുകയും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിന്, കാരണം ഏതും തോട്ടം തുടങ്ങി നമ്മളിൽ വ്യാപരിക്കുന്നത് അനുസരണക്കേടിൻ്റെ ആത്മാവിനെയാണ്. ദൈവമല്ലോ അനുസരിക്കാൻ കഴിവില്ലാത്തവരാണ്. നന്മ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ വസിക്കുന്നതായ പാപം നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിൻ്റെ മോഹമാണ് രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ ക്രിസ്തുവിലാകാത്ത ഓരോ വ്യക്തിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ക്രിസ്തുവിൽ നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റവന് ക്രിസ്തുവിനെ വാഴുവാൻ സ്വീകരിക്കേണ്ടത്. അതാണ് യേശുവിനെ കർത്താവ് എന്ന് സ്വീകരിക്കുക പറയുന്നത്. അവൻ കർത്താവാണെന്ന് അംഗീകരിക്കുന്നത് കൊണ്ടായില്ല. ഒത്തിരി പേര് ഈ രക്ഷയുടെ മാർഗത്തിൽ വരുമ്പോൾ അവന് മാസ്റ്റർ കൺട്രോളറാണ്, അല്ലെങ്കിൽ അവൻ ലോഡാണ്, അവൻ കർത്താവാണെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ അവരുടെ പേഴ്സണൽ ലോഡ് എന്ന് അംഗീകരിക്കുന്നില്ല. ഇതാണ് ഡിഫറൻസ് വരുന്നത്. അവരുടെ പേഴ്സണൽ ലോഡ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സകല കർത്തൃത്വം, അത് നമ്മുടെ ഇൻ്റലക്റ്റ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫ്രീ വില്ലിൻ്റെ കർത്തൃത്വം അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നാം മിണ്ടാതിരുന്നതാവില്ല. അവന് നമ്മുടെ ഫ്രീ വില്ലിന്മേൽ ഇൻഫ്ലുവൻസ് തരുവാനല്ലാതെ നമ്മളിത് ഫിസിക്കൽ ലോ അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിനും സാധ്യമല്ല, പിശാചിനും ദൂതന്മാർക്കും സാധ്യമല്ല. കാരണം മോറൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് മോറൽ ലോയ്ക്ക് അധീനപ്പെട്ടതാണ്, ഫിസിക്കൽ ലോ അല്ല. നമ്മുടെ ഹ്യൂമൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഫിസിക്കൽ ലോ ആണ്. നാം ഇഷ്ടപ്പെട്ടിട്ടല്ല അനുസരിക്കുന്നത്, ശിക്ഷയെ ഭയന്നുകൊണ്ടാണ് അനുസരിക്കുന്നത്. എന്നാൽ ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യത്തിൻ്റെ മോറൽ ലോ ആണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അനുസരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. നിനക്ക് വേണമെങ്കിൽ ജീവനും മരണം നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ജീവൻ തിരഞ്ഞെടുക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. ഫിസിക്കലായിട്ട് അപ്ലൈ ചെയ്യില്ല. അപ്ലൈ ചെയ്യാൻ ദൈവത്തിന് സാധ്യമല്ല, ശത്രുക്കൾക്കും സാധ്യമല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മളെ ദൈവത്തെ പോലെ ആക്കി തീർക്കുന്ന പ്രോസസ്സിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. നാം പരിശുദ്ധാത്മാവും കൂടെ ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇതിൻ്റെ എപ്പിസോഡുകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ഈ ചാനലിലുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അടുത്തൊരു വിഷയമാണ് നാം പെർസീവറൻസ് അല്ലെങ്കിൽ സ്ഥിരത, അന്ത്യത്തോളം വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ട് നിൽക്കുന്നൊരു വിഷയം. ഇവിടെയാണ് അനേകർ ഇതിനെ ദൈവവചനത്തിൽ നിന്ന് കൂട്ടിക്കളഞ്ഞുകൊണ്ട് ഫെയ്ത്ത് എന്ന് പറയുന്നത് സിംഗിൾ ആക്ഷനാണ്. ഫസ്റ്റ് ആക്ഷനിൽ എവറിത്തിങ് ഡൺ. ജസ്റ്റിഫിക്കേഷൻ നടന്നു, തേജസ്വീകരണം നടന്നു, ഇനി നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് കാൽവിനിസത്തിൻ്റെ പോലെ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പെന്തിക്കോസിൽ വളരെ ശക്തിയോടെ വ്യാപരിക്കുന്നുണ്ട്. ഇതിന് ഞാൻ ദൈവവചനപ്രകാരം തന്നെ ഒന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ദൈവവചനങ്ങളെ കോട്ട് ചെയ്യുന്നത്. യാക്കോബത്തിൻ്റെ ലേഖനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത് ഇംഗ്ലീഷിലായിരുന്നു വായിച്ചിരുന്നത്. ഞാൻ പ്രാവശ്യം മലയാളം കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ, അവിടെ പരീക്ഷ എന്ന വാക്ക് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ട്രയൽസ് എന്ന് വേണം എഴുതാൻ. ട്രൈങ്, അത് പരിശോധന എന്ന വാക്കാണ്. പരീക്ഷ എന്ന് പറയുന്നത് അവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ 2 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കാൻ ശത്രു പിശാച് കൊണ്ടിടുന്നതാണ്. പരിശോധന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളെ
പരിശോധിച്ച് നമ്മളിലുള്ള വീക്ക്നെസ് നമുക്ക് വെളിപ്പെടുത്തുവാനും അത് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ നാം ബലപ്പെടുവാനുമാണ്, ക്രിസ്തുവിൽ നമ്മൾ റീപ്ലേസ്ഡ് ആകുവാനാണ്. പരിശോധന നമ്മളെ തകർക്കുവാനല്ല, നമ്മളെ ബലപ്പെടുത്തുവാനാണ്. അപ്പോൾ ആ പരീക്ഷകൾ എന്ന വാക്ക് മലയാളത്തിലുള്ളത് പരിശോധന എന്ന് വായിക്കണം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരിശോധനകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന പരിശോധന എന്ന വാക്കാണ്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെഴുതുവിൻ. അവിടെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നതാണ്, കൺസിഡർ it pure joy, my brothers and sisters, whenever you face trials of many kinds. ഒരേ സമയത്ത് തന്നെ, ഒരേ ദിവസം തന്നെ വിവിധമായ പരിശോധനകൾ വരാം, വിവിധമായ ട്രയൽസ് വരാം. ബിക്കോസ് യു നോ ദാറ്റ് ദ ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത്, എന്താണ് അവിടെ നടക്കുന്നത്? ടെസ്റ്റിംഗ് ഓഫ് യുവർ ഫെയ്ത്ത് പ്രൊഡ്യൂസസ് പെർസീവറൻസ്. സ്ഥിരതയുള്ള, അപ്പോൾ നിങ്ങളുടെ ഫെയ്ത്തിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ശത്രു പരീക്ഷ കൊണ്ടായിട്ടല്ല കർത്താവ് അനുവദിക്കാതെ സാധ്യമല്ല. നമുക്ക് എടുക്കാവുന്ന പരീക്ഷയിൽ കൂടി നമ്മൾ കടത്തിവിടുള്ളൂ. നമുക്ക് നീക്കുപോക്കുണ്ട്. 1 Corinthians chapter 10 verse 15. നമുക്ക് സഹിക്കാവുന്നതിനേക്കാൾ അധികമായി പരീക്ഷ നൽകുന്നവനല്ല ദൈവം. പരീക്ഷയോടുകൂടെ നീക്കുപോക്കുണ്ട്. അപ്പം എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ആശ്രയിക്കുമോ ഇല്ലയോ, ഇതാണ് കാര്യം. അപ്പം എന്താണ് അത്? അശേഷം സന്തോഷം എന്ന് വേണ്ടി. കാരണം എന്താ? അത് നമുക്ക് പെർസീവറൻസ് ഉണ്ടാക്കും, സ്ഥിരത ഉളവാക്കും. അനേക വാക്യങ്ങളിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കോട്ട് ചെയ്തുള്ള. കഴിഞ്ഞ ദിവസം വായിച്ചതുകൊണ്ട് ഞാൻ അടുത്ത വിഷയങ്ങൾക്ക് പോകാനുള്ളത് കൊണ്ട് ഞാനത് വീണ്ടും വായിക്കുന്നില്ല. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരുന്നു ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്നാണ് ഞാനിവിടെ കോപ്പി എടുത്തിരിക്കുന്നത്. ഞാൻ വീണ്ടും ആംപ്ലിഫൈഡ് ബൈബിളിലേക്ക് പോയി വായിക്കാൻ സമയം ലാഭിക്കാൻ വേണ്ടി വായിക്കാത്തത് കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. 2 Peter chapter 2 chapter 1 verse 1 to വായിക്കുകയാണെങ്കിൽ, ഒരു 1 to 10 വരെ വായിക്കുകയാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആംപ്ലിഫൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അവിടെ നമുക്ക് പുതിയ നിയമം ഗ്രീക്ക് ബൈബിൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ വേഴ്സ് ഫസ്റ്റ് എന്ന് പറയുന്നത് വായിച്ചു തുടങ്ങാം. Simon Peter, a slave and apostle Jesus Christ, to those who are chancing upon equally precious faith with us in the righteousness of our God and the Savior Jesus Christ, may grace and peace be multiplied in you in the recognition of God and of Jesus Christ our Lord. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, verse 3. So as all of his divine power that tends to life and devotedness being presented to us through the recognition of him who calls us to his own glory and virtue. മലയാളത്തിലാണെങ്കിൽ മഹത്വത്താലും വീര്യത്താലും നമ്മൾ വിളിച്ചവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് calls us to his own glory, അവൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വലിയവരാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾക്ക് അതിൻ്റെ മലയാളത്തിൽ നിന്ന് വേണേ ഒന്ന് വായിച്ചേക്കാം, പെട്ടെന്ന് വായിച്ചു പോകാം. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 1. യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നീതിയ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഇത് എല്ലാ ക്രിസ്തീയ സമൂഹത്തിലും ഉള്ളവർക്ക് എടുത്ത് ക്ലെയിം ചെയ്യാനുള്ളതല്ല. ഓരോ ലെറ്ററിൻ്റെയും ഇൻട്രൊഡക്ഷൻ ആർക്കാണ് എഴുതുന്നത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇത് മണവാളൻ മണവാട്ടിക്ക് വേണ്ടി എഴുതുന്ന കത്താണ്. അത് മറ്റുള്ളവർക്ക് വായിക്കാനുള്ളതല്ല. മറ്റുള്ളവർ വായിച്ചാൽ അത് ലജ്ജാകരമാണ്. എന്നാൽ ഇതിനകത്ത് ഉപദേശങ്ങളുണ്ട്. അത് ഏറ്റെടുത്തുകൊണ്ട് ഈ മണവാട്ടിയുടെ കൂട്ടത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് പറയാം അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവരാണ് ഞങ്ങളെന്ന്. അല്ലെങ്കിൽ ആ വിലയേറിയ വിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് വരാൻ ആവശ്യമായ അടിസ്ഥാന ഉപദേശങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഞങ്ങളും ദൈവമാണ്, ഞങ്ങളങ്ങ് എവിടുന്ന ടർക്കിയിൽ നിന്ന് വന്നിട്ടുള്ളതാ, ഞങ്ങളാണ് മറ്റേ തോമസിൻ്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വെറും മൂഢതയാണ്. അതിൻ്റെ കാലൊക്കെ പോയി. പണ്ട് കാലത്ത് ദൈവവചനം അറിയാതിരുന്ന സമയത്ത്
ഇതൊക്കെ അങ്ങ് വേണമെങ്കിൽ ആൾക്കാർ ചെവിയിട്ടിട്ട് അംഗീകരിക്കും. ഞാൻ എൻ്റെ കൊച്ചുകാലത്ത് ഈ കത്തോലിക്കിൽ അന്ന് എന്താ പറയുന്നത് വേറെ ഭാഷയായിരുന്നു, സുറിയാനി. ഈ സുറിയാനി ഭാഷ ഒരാൾക്ക് ഇവിടെ അറിയില്ല. അച്ഛൻ എന്തോ വിളിച്ചു പറയും, അത് തന്നെ റിപ്പീറ്റ് ചെയ്യും. എന്താ അതിൻ്റെ അർത്ഥമെന്നോ ഒന്നും അറിയില്ല. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്. ഞാൻ തമാശ പറയാൻ വേണ്ടി പറയല്ല, ഒരു കഥയാണ്. വാസ്തവത്തിൽ നടന്നതാണെന്ന് അറിയില്ല, ഒരു കഥയായിട്ട് അങ്ങ് കൂട്ടിക്കോളും. ഈ കത്തോലിക്ക ഞങ്ങളുടെ ഏരിയയിലൊക്കെയും ഈ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ പോയ ഡീപ്പ് ഫോറസ്റ്റാണ്. അനിമൽസ്, എൻ്റെ കൊച്ചുനാളിലൊക്കെയും അനിമൽസ് ഇറങ്ങി വരുമായിരുന്നു. ഈ ഇവിടെ കനാല് പോകുന്നുണ്ട്, അതിൽ കൂടെയൊക്കെ ഈ അനിമൽസിനെ പിടിച്ച് കൊന്നിട്ട് ഈ പ്രത്യേകിച്ച് മുള്ളൻ പന്നി, മാന്, ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ പോകുന്നത് കാണാമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ വേട്ടയ്ക്ക് പോകുന്നവർ ഈ വനത്തിൽ പോയിട്ട് വേട്ടയ്ക്ക് പോകും. അങ്ങനെ 2-3 വിദ്വാൻമാർ അവിടെ ഇങ്ങ് പോയി പള്ളി ഒരു സ്ഥാപിച്ചു. അപ്പോൾ അച്ഛന്മാർ പറയുന്നത് എന്താണ്, അച്ഛന്മാർ പാടുന്ന പാട്ട് ജനം അങ്ങനെ തന്നെ ഏറ്റു പറയും. അപ്പോൾ അവിടെ പോയി കുറേ ആൾക്കാരായിട്ട് കാണുക, പള്ളിയൊക്കെ സ്ഥാപിച്ചു. നല്ല ജനങ്ങളിൽ നിന്ന് നല്ല തീറ്റി വരുമാനം കിട്ടുക, ഇഷ്ടംപോലെ കാട്ടിറച്ചികൾ, മാന് വേണോ അല്ലെങ്കിൽ പന്നിയുടെ ഇറച്ചി വേണോ, ഇഷ്ടംപോലെ കിട്ടുക. കള്ളും വേണമെങ്കിൽ കിട്ടും, കള്ളും കിട്ടും, എല്ലാം കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നാളായിട്ട് ഇവരെ കാണാതായപ്പോൾ വേറെ 2-3 കാത്തലിക്സിൻ്റെ പേരുകളൊക്കെ വളരെ വിശിഷ്ടമാണ്. വാറു, വറുതുണ്ണി, ലോനപ്പൻ, ഇങ്ങനെ 3 ആൾക്കാർ ഇവരന്വേഷിച്ചു ചെന്നു. ഞാനിവിടെ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എന്ന് പറയാം, എല്ലാവർക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ളതല്ല എന്ന് പറയാനാണ്. അപ്പോൾ ഈ പള്ളിയുടെ തകർത്ത് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ജനം ഇങ്ങനെ അവർക്കൊന്നും അറിയില്ല, ഇവർ 2 പേര് പറയുന്നത് അവർ ഏറ്റു പറയും. ഇതെത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ 3 പേര്, അവരുടെ പേര് വാറു, വറുതുണ്ണി, ലോനപ്പ എന്നാണ്. അപ്പോൾ ഒരു പാട്ടിൽ എന്ത് ചെയ്തു, വാറു വറുതുണ്ണി ലോനപ്പ നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞു, കണ്ടതും കേട്ടതും മിണ്ടേണ്ട, കിട്ടിയേൽ പാതി തന്നേക്കാം. ജനവും അങ്ങനെ പാടി, വാറു വറുതുണ്ണി ലോനപ്പ നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞു, കണ്ടതും കേട്ടതും മിണ്ടേണ്ട, കിട്ടിയേൽ പാതി തന്നേക്കാം. ഇങ്ങനെയാണ് ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലെ മിക്കവാറും പള്ളികളിലും ഈവൻ പെന്തിക്കോസിൽ നടക്കുന്നത്. ഈ കഥ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നിയാൽ സാധാരണ മെസ്സേജിനകത്ത് ചിരിപ്പിക്കുന്ന മെസ്സേജുകൾ പറയാറില്ല, പക്ഷെ ഇതിനകത്തൊരു ഡീപ്പ് മീനിങ് ഉണ്ട്. ഈ കുറിയലൈസോ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറയും. കത്തോലിക്കലുണ്ട്. ഇതേപോലെ ക്രിസ്തുമായിട്ട് യാതൊരു ബന്ധമില്ല, അത് വചനം പറഞ്ഞ് നടക്കുന്ന കരിസ്മാറ്റിക്കാരുണ്ട്, പെന്തക്കോസ്റ്റിലെ കള്ള പാസ്റ്റർമാരുമുണ്ട്. ഇവർക്കൊക്കെ ലജ്ജ വരാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. ഇതുപോലെ പള്ളി സ്ഥാപിക്കാൻ പോകുന്നവർ ജനത്തിൻ്റെ പ്രാണനെയും ആത്മാവിനെയും വിറ്റുകൊണ്ട് കള്ളു കുടിക്കുന്നവർ, കള്ളു കുടിച്ചാണെങ്കിൽ പിന്നെ ഒരു ഗുണമുണ്ടായിരുന്നു. ദുഷ്ടാത്മാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, സൈറ്റാനിക് കിങ്ഡത്തിന് പരസംഗത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഇടം കൈയും വലയം കയറി അറിയാത്ത ജനത്തെ നാശത്തിലേക്ക് നയിക്കുന്നവർ. പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം 102-ാമത്തെ കുമ്പനാട് എന്ന് പറയുന്നേക്കാൾ നല്ലത് സോതോം ഗോമരയുടെ കൺവെൻഷൻ കേട്ടിരുന്നു. ആത്മീക സോതോം ഗോമരയുടെ അവിടെ മാന്യനായൊരു പ്രസംഗി പറയാണ്, നമുക്കും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തെളിയിച്ചല്ലോ നമുക്ക് ചില പിടിപാടുകളുണ്ട്. ചിലയിടത്തൊക്കെ മെമ്പർമാർ, പെന്തക്കോസ്തുകാർ മെമ്പർ ജയിച്ചു, നമ്മുടെ കയ്യിലൊരു വോട്ട് ബാങ്ക് ഉണ്ട്, നമുക്ക് പാർലമെന്റിൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ ആൾക്കാർ വേണം, നിയമസഭയിൽ പറയാൻ ആൾക്കാർ വേണം, നമ്മൾ ശക്തി ചെറുതല്ല, വലിയ ശക്തിയോടെ. ഞാൻ ഈ വിശ്വാസത്തിലൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ശക്തമായ ഉച്ചത്തിൽ പറയുമ്പോൾ ഞാൻ കരുതി ഇതൊക്കെ ആത്മാവിൻ്റെ വീര്യപ്രവൃത്തികളാണ്. ഇപ്പം ഇപ്പോഴല്ല മനസ്സിലാകുന്നത്. നല്ല മുരുക്കിൻ്റെ വടി വെച്ച് മുരുക്കെന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല മുള്ളുണ്ടായിരിക്കും. ഇത് വെച്ച് സ്റ്റേജിൽ കയറി തണ്ടം കൊടുക്കണമാർക്കൊക്കെ തൂമ്പെടുത്ത് കളയ്ക്കുന്നതാണ് മാന്യത. അതിനേക്കാളൊക്കെ വെള്ളമുണ്ട് വെള്ളഷർട്ടും കറുത്ത പുസ്തകം പിടിച്ചിട്ട് ഇടം കൈയും വലം കൈയും അറിയാത്ത ജനത്തെ സേറ്റാന് പരസംഗം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നവന്മാർ, ഈ ലോകത്തിൻ്റെ ദൈവമായിട്ട് പരസംഗം ചെയ്യാൻ വിട്ടുകൊടുക്കുന്നവന്മാർ, ഇതിനേക്കാൾ കൂലി വേല ചെയ്ത മാന്യതയോടുകൂടെ കുടുംബം പുലർത്തട്ടവനൊക്കെ. ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരുന്നു, നാണം കെട്ടവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ട് എന്താ കാര്യം. കഴിഞ്ഞ 100-ാമത്തെ കൺവെൻഷൻ ഞാൻ ഒരിടത്തും ചെയ്തിരുന്നു. 10,000-6,000 പേരത് കണ്ടത്. പലരും കമൻറ്റ് ചെയ്തു.
അദ്ദേഹം വീഡിയോകളൊക്കെ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് ഈ ലേഖനെടുത്ത് എല്ലാവരും ഓതി കഴിഞ്ഞാൽ ഈ പാട്ട് പാടിയതുപോലെ ഇരിക്കും. വാറ് വഴുതുണ്ണി ലോലപ്പ നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞു, കണ്ടതും കേട്ടതും മിണ്ടേണ്ട, കിട്ടിയേൽ പാതി തന്നേക്കാം. ഇത് മരുന്ന് പറയില്ല, കിട്ടിയ പാതി വേറെ പോക്കറ്റിലേക്ക്. പോട്ടെ. നമുക്ക് വിഷയം കടന്നു വന്നു. അടുത്ത കാര്യം ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനം വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ എന്താണ്? കോൾഡ് us to his glory and virtue എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു. അതാണ് ഇന്ന് മനസ്സിലാക്കാത്തത്. എന്താണ് ഈ വീര്യം? എന്താണ് ആ ഗ്ലോറി? ഇത് മനസ്സിലാക്കിയാൽ ഞാൻ വിശ്വാസിയാണോ, ഞാൻ ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് ശരിക്കും മനസ്സിലാകുള്ളൂ. അല്ലെങ്കിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വാറ് വഴുതിന് ലോലപ്പിനെ പോലെ തന്നെ ആയിരിക്കും. അതിനാണ് ഞാൻ ഈ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് തന്നെ ഇതൊന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ആംപ്ലിഫൈഡ് ബൈബിൾ എടുക്കുന്നില്ല, ഞാൻ അതിൻ്റെ കോപ്പി ചെയ്തിരിക്കുന്നതാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൻ്റെ വേഴ്സ് 4 ഓൺവേഴ്സ് ബൈ മീൻസ് ഓഫ് ദീസ്, അതായത് പറഞ്ഞിരിക്കുന്നതാണ് അവൻ്റെ മഹത്വത്താലും വീര്യത്താലും ജീവനും ഭക്തിക്കും വേണ്ടുന്നൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ഭൗതികമായ ജീവിതത്തിനും സ്പിരിച്വൽ ലൈഫിനും ആവശ്യമായ സകലതും തൻ്റെ മഹത്വത്താലേക്കും വീര്യത്തിലേക്കും വിളിച്ചിരിക്കുന്നവൻ. ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തു വേണമോ, വിസ്ഡം വേണമോ, ഫെയ്ത്ത് വേണമോ, ശക്തി വേണമോ, ഫിസിക്കൽ പവർ വേണമോ, എന്തു വേണമോ, ക്രൂശിലെല്ലാം നേടിക്കഴിഞ്ഞു. ഇനി ഒന്നും നേടുവാനില്ല. ക്രൂശിൽ എവറിത്തിങ് ഡൺ. ആ ജയത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആകാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത് തൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ബൈ മീൻസ് ഓഫ് ദീസ് ഹി ഹാസ് bestowed. നല്ലൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. On us is precious and exceedingly great promise, so that through them you may escape by flight from the moral decay, rottenness and corruption that is in this world because of covetous lust and greed. അതാണ് നമ്മൾ കുമ്പനാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവസഭ ഇടങ്ങയും വലയുകയും ഓരോരുത്തർക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനത്തെയാണ് ഓരോ സഭകളിൽ നിന്ന് കൂട്ടിവരുത്തി അവിടെ ഇരുത്തിയിരിക്കുന്നത്. അവരുടെ മുമ്പിലാ പറയുന്നത്, നമ്മൾ തെളിയിച്ചില്ലയോ നമ്മുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ടെന്ന്, നമ്മൾ തെളിയിച്ചില്ലയോ പെന്തിക്കോസ്തുകാരൻ ജയിച്ചു എന്ന് മെമ്പറായിട്ട്, നമുക്കും നിയമസഭയിലെ ആൾക്കാർ വേണം, നമുക്ക് പാർലമെന്റിലെ ആൾക്കാർ വേണം. മറ്റൊരു ദിവസം പ്രസംഗിച്ചത് VD സതീശൻ, ഇടതുപക്ഷ നേതാവ്, ദൈവവചനം പറഞ്ഞു. ഞാൻ കേട്ടത് വലിയ അയ്യപ്പ ഭക്തനാണെന്ന്. വരുമ്പോൾ ആരും കൊണ്ടാണ് വരുന്നത്? ദൈവ സാന്നിധ്യം, ദൈവ മക്കൾ, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവ മക്കളെയാണ് കൂട്ടി വരുത്തിയിരിക്കുന്നത്. കടന്നു വന്നിരിക്കുന്നവരെന്ത് ദൈവ സാന്നിധ്യം ഓർത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവിടെ കർത്തൃത്വം നടത്തേണ്ടത് സ്വർഗത്തിന് ഭൂമി സകല അധികാരമുള്ളവനായ കർത്താവാണ് അവിടെ വസിക്കേണ്ടത്. അല്പം വ്യതിചലിച്ചാൽ, നമ്മൾ സമാപന കൂടാരത്തെ കുറിച്ച് പഠിച്ചതാണ് അല്ലേ? അഹരോന്റെ 2 മക്കള് അന്യാഗ്നി അവിടെ കൊണ്ടുവന്നപ്പോൾ, അയ്യോ ഞാൻ അഭിഷേകം ചെയ്തവനാണല്ലോ, അഹ്റോന്റെ മക്കളാണല്ലോ, ഞാൻ തന്നെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തതാണല്ലോ എന്ന് പറഞ്ഞ് ദൈവം എക്സ്ക്യൂസ് ഒന്നും കാണിച്ചില്ല. 2 എണ്ണം അവിടെ ചത്തു വീണു. അന്യാഗ്നി. യാഗപീഠത്തിൽ ക്രിസ്തുവിനെ ക്രൂശീകരണത്തെ പ്രതിനിധീകരിക്കുന്ന യാഗപീഠത്തിൽ നിന്ന് എടുക്കേണ്ട അഗ്നി അല്ലാതെ അന്യാഗ്നി കൊണ്ടുവന്നു. ഇങ്ങനെയാ മറ്റു രാഷ്ട്രീയക്കാരോ മറ്റൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന അഗ്നി ക്രിസ്തുവിനെ അല്ല കൊണ്ടുവരുന്നത്. ക്രിസ്തുവിനെ കൊണ്ടുവരണമെങ്കിൽ അതിനാണ് ഇപ്പം നമ്മൾ താഴോട്ട് പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് സാധിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഓർത്ത് വരുമ്പോൾ കൊണ്ടുവരും. ഞങ്ങളിങ്ങനെ ചില ആൾക്കാരൊക്കെ പലച്ചും പിടിച്ചിട്ടുള്ള, അമ്പലത്തിൽ തീ കൊണ്ടുവന്ന് കുവൈറ്റിൽ പറന്നിട്ടുള്ളവരൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. ഒരു പത്തനാപുരക്കാരൻ ഇട്ടിരിക്കുന്ന പേര് അകവാളെന്ന, എന്ത് പറഞ്ഞാലും അകവാള് വെട്ടി എന്ന് പറയും. ഞാൻ ഒറിജിനൽ പേര് പറയുന്നില്ല. കൊണ്ടുവന്നത് അമ്പലത്തിലെ വിളക്കിൽ തീ. അവിടെ സഭകളിലൊക്കെ വളരെ ശക്തിയോടെ പകർന്നു, പക്ഷെ കൈയോടെ പിടിച്ചു. വളരെ മോശകരമായ രീതിയിലാണ് അങ്ങൊരു കുടുംബം കുവൈറ്റിൽ നിന്ന് പോകേണ്ടി വന്ന്.
അധികാരം സഭയ്ക്കുണ്ട്. ഒരുവൻ മതി. ഇല്ലീഗൽ വേയിൽ പ്രഗ്നൻസി നടന്നാൽ മുസ്ലിം കൺട്രീസിൽ വളരെ ഡേഞ്ചറസാണ്. തീപ്പൊരി പ്രസംഗിച്ച പാസ്റ്ററിൻ്റെ ഭാര്യ അവിടുന്ന് ഇല്ലീഗൽ വേയിൽ പ്രഗ്നൻ്റ് ആയിട്ടാണ് നിയമത്തിൻ്റെ മുമ്പിൽ പിടിക്കപ്പെട്ടത്. ഞാൻ ഇത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറയാൻ കാരണം ഇതൊക്കെ അനുഭവത്തിൽ കണ്ടിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെട്ടു വരും. അതുകൊണ്ട് ദൈവ മക്കൾ ഈ കാര്യങ്ങളിലൊക്കെയും ശുഷ്കാന്തിയുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ പെർസീവറൻസിൻ്റെ കാര്യം ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് തന്നെ എടുക്കാൻ കാരണം എങ്ങനെയാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത്? ഇത്തരം വ്യാജന്മാരുടെ, ഇത്തരം കപടന്മാരുടെ ഇടയ്ക്ക് നമുക്ക് എങ്ങനെ ദൈവ പൈതലായിട്ട് നിൽക്കാൻ സാധിക്കും? ഇത് അനുഭവിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഇത് പ്രസംഗിക്കുന്ന സമയം വരേക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ജഡത്താലുള്ള മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം. ഇതാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ടാസ്ക്. പെർസീവറൻസ് എന്തിനാണ്? സ്ഥിരത എന്തിനാണ്? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. മനസ്സിലാക്കണം. ഓരോ വിശ്വാസിയും കേൾക്കുന്നു, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ടാസ്കാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ഇത് അനുഭവിച്ചിട്ടാണ് പൗലോസ് ആരംഭത്തിൽ പറഞ്ഞത്, ഞങ്ങളെപ്പോലെ അതിബലമായ വിശ്വാസം ലഭിച്ചവർക്ക്, അതിവിശുദ്ധ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഇപ്പം അല്ലാത്ത വിശ്വാസങ്ങളുണ്ട് അല്ലേ? പൗലോസ് തിമോഥെയുസിലെ എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, എഫെസസിൽ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞതാണ്, ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പൊ നിർവ്യാജ വിശ്വാസമുണ്ട്, വ്യാജമായ വിശ്വാസമുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പ്രഷ്യസ് ഫെയ്ത്ത്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇപ്പൊ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. അപ്പൊ ലോകത്തിൽ മോഹത്താലുള്ള നാശത്തിന്റെ പ്രസംഗമാണ് മിസ്റ്റർ അടൂര് സ്റ്റേജ് തകർത്ത് പ്രസംഗിച്ചത്. വലിയ ശക്തിയോടുകൂടി കൈ ഉയർത്തി പ്രസംഗിച്ചത്. പാവപ്പെട്ട ജനം ഇരുന്ന് അല്ലേലിയ പറയുക. അല്ലേലിയ പറയുന്നതിന്റെ കൂട്ടത്തിൽ അവൻ കൊണ്ടുവന്ന അന്യാഗ്നി കൂടെയാണ് പകരുന്നത്. നിങ്ങൾ എന്തിനു കീഴ്പ്പെടുന്നു? അതിന് അടിമപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുന്ന എന്നൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. For this reason, add in your diligence to divine promise, employ every effort. അപ്പോൾ ഒരു പ്രവൃത്തി ഇല്ലെങ്കിൽ അത് ആവശ്യമുണ്ടാവും. കാൽവിനിസം പഠിപ്പിക്കുന്നമാര് once believed everything is over. No, ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് employ every effort in exercising your faith to develop virtue. നിങ്ങളുടെ വിശ്വാസത്തെ എക്സസൈസ് ചെയ്യണം. വെറുതെ ഇരുന്നാലല്ല, എപ്പോഴാണ് എക്സസൈസ് ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ പ്രസംഗം കേട്ടു, 102ാമത്തെ കൺവെൻഷൻ പ്രസംഗം. ലോകപ്രസിദ്ധനായ മിസ്റ്റർ അടൂരാണ് പ്രസംഗിക്കുന്നത്. വെള്ളമുണ്ട്, വെള്ള ഷർട്ടുമാണ്. വലിയ മൂപ്പന്മാരൊക്കെ സ്റ്റേജ് നിറഞ്ഞിരിക്കുന്നുണ്ട്. മൂവിങ് ക്യാമറകളുണ്ട്, ഫ്ലൈയിങ് ക്യാമറകളുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ മുമ്പിലാണ് പ്രസംഗിക്കുന്നത്. നമുക്കും നിയമസഭയിലെ പ്രതിനിധികൾ വേണം. എടാ മോനെ അച്ചുണ്ണി, എടാ രാഷ്ട്രീയത്തിൽ പ്രസംഗിക്കടാ, പോയി ഇറങ്ങടാ അവിടുന്ന്. പറയുന്നതിനേക്കാൾ സഹോദരി അവിടുന്ന് സ്ഥലം കാര്യമാക്കണമായിരുന്നു. നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന അവിടെ നടക്കുകയാണ്. Employ every effort in exercising your faith to develop virtue എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ എനർജി. ഈ ക്രിസ്ത്യൻ എനർജി എങ്ങനെ കിട്ടുന്ന ഒരു കാര്യമാണ് ചിന്തിക്കേണ്ടത്. ലോകത്തിൽ മോഹം, ഈ 3 ശത്രുക്കളെ ഞാൻ പറഞ്ഞല്ലോ. ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ദൈവ കുടുംബത്തിൽ ജനിക്കുന്ന മൂവ്മെന്റ് തുടങ്ങി. ജനനം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് റീജനറേഷന്റെ ക്ലാസ്സുകൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം എന്ന ബീജം അല്ലെങ്കിൽ ക്രിസ്തു തന്നെ നമ്മുടെ ആത്മാവിൽ കൊണ്ടുവന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ മാത്രമേ ആ ഡ്യൂട്ടി ചെയ്യാനോ അധികാരമുള്ളൂ. ഒരു പാസ്റ്റർമാർക്കോ തിരുമേനിമാർക്കോ ഒരു മെത്രാനോ പോപ്പിനോ ഇല്ല.
ദൈവവചനം കേട്ട്, അതായത് എന്നെ അയച്ച പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും അതിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുമ്പോൾ അത് വിറച്ചുകൊണ്ട്, കാരണം ഒരു മനുഷ്യനും ആർക്കും എതിർത്തുകൂടാൻ പറ്റാത്ത ശക്തിയോടും പരാക്രമത്തോടും കൂടിയായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. എതിർത്ത് നിൽക്കാൻ സാധ്യമല്ല. പാപങ്ങളായ മനുഷ്യരായ ഞങ്ങളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർക്കാം, പ്രസംഗങ്ങളോട് എതിർക്കാം, ദൈവവചനം പറയുമ്പോൾ എതിർക്കാം, ഇന്റലക്ച്വൽ കൊണ്ടുവരാം, യുക്തിവാദങ്ങൾ കൊണ്ടുവരാം, വാദവിവാദങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സോളിയടപ്പെട്ടാൽ there is none above him. ഇത് മനസ്സിലാക്കണം. അവിടെ വിറയിൽ പിടിച്ചുകൊണ്ട് തന്റെ സോളിലേക്ക് നരകത്തിന്റെ അവസ്ഥയെ വെളിപ്പെടുത്തുക. വേറെ വഴികളൊക്കെ പലതും അന്വേഷിച്ച് നോക്കും, പല എക്സ്പീരിയൻസുകൾ അന്വേഷിച്ച് നോക്കും, പല അമ്പലം നോക്കും, പല നേർച്ച നോക്കും, എവിടെയും രക്ഷയില്ല. പിടിച്ച പിടി അങ്ങനെ നിൽക്കും. You must repent. You must change your ultimate intention. നിന്റെ യാത്ര മരണത്തിലേക്കാണ്. ദൈവം നോക്കുന്നത് അവൻ നിത്യമായി നരകത്തിൽ ബന്ധരുതിനേക്കാൾ അല്പം കഷ്ടം സഹിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫ്രീ പ്രൊവിഷൻസിനെ അങ്ങ് റെഗുലേറ്റ് ചെയ്യും. ചിലപ്പോൾ രോഗമായിരിക്കും, ചിലപ്പോൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളായിരിക്കും, ചിലപ്പോൾ പല പല പ്രശ്നങ്ങളായിരിക്കും. അത് ഓരോ ഇൻഡിവിജ്വലിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവാണ് ഒരുക്കുന്നത്. അവിടെ കാര്യം മനസ്സിലാക്കി, ഓയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ പാപി, എൻ്റെ ഔട്ട്കംസ് പാപപ്രവർത്തികളാണ്. ഓ ലോർഡ് ഫോർഗീവ് മീ, എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ് യേശുവിനെ സ്വന്തം കർത്താവായി സ്വീകരിക്കുകയാണെങ്കിൽ അവൻ നിന്റെ രക്ഷയിലായിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ നോ. അപ്പോൾ അവിടെ ഫസ്റ്റ് എഫേർട്ട്, എവറി എഫേർട്ട് ഇൻ എക്സസൈസിങ് യുവർ ഫെയ്ത്ത്. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ എനർജി, ക്രിസ്തു നമ്മളിൽ വന്നു കഴിയുമ്പോൾ അവൻ്റെതായ എനർജി നമ്മളിൽ കൂടെ വെളിപ്പെടാൻ തുടങ്ങും. ഇതാണ് പ്രാക്ടിക്കലായിട്ട് നടക്കേണ്ടത്. ഇത് ഒന്ന് നടന്ന പാപം, നമ്മുടെ ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആദാമ്യം ലഭിച്ചതായ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാം. അല്ലെങ്കിൽ നമ്മളിൽ കർത്തൃത്വം നടത്തിക്കൊണ്ട് രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയിൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ആവശ്യമായി ദൈവം നടത്തിയ പ്രായശ്ചിത്വത്തെ, തൻ്റെ പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി നൽകിയ ആ പ്രായശ്ചിത്ത പ്രവൃത്തി അംഗീകരിച്ചുകൊണ്ട് യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ നമുക്ക് ആ ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിക്കാം. അങ്ങനെ നമുക്ക് പാപത്തെ ഓവർകം ചെയ്യാനുള്ള എനർജി കിട്ടുന്നു. മനസ്സിലാവുന്നുണ്ടോ? പാപത്തെ, നമ്മളിൽ വസിച്ചതായിരുന്ന പാപത്തെ ഓവർകം ചെയ്യുവാൻ, അതിനെ ഓവർകം ചെയ്തതായ പാപത്തിന് ശിക്ഷ കൊടുത്തുകൊണ്ട് ദൈവനീതിക്ക് തൃപ്തി വരുത്തിയവയെ ഉയർത്തെന്ന് വെച്ചവനാ യേശുവിനെ നമ്മളെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാൻ തക്കവണ്ണം അവരെ വസിക്കുന്ന ആ പ്രവർത്തിക്ക് ഓഫീസിന് പറയുന്ന പേരാണ് യേശു, ജീസസ്. ഇത് വിശ്വാസികളിൽ നടക്കുന്ന പ്രവൃത്തിയാണ്, അവിശ്വാസികളിൽ നടക്കുന്നതല്ല. അപ്പോൾ ഇതിന് ശേഷം നമ്മളിൽ 3 ശത്രുക്കളുണ്ട്. ദ ഫ്ലഷ്, ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് ഡിവൈൻ ലോയ്ക്ക് കീഴ്പ്പെടാത്തതുമായ എല്ലാവരിലും എന്നിലും ഉണ്ട്, എല്ലാ വിശ്വാസികളിലും ഉണ്ട്. യേശുവിൽ മാത്രമതില്ല, എല്ലാ മനുഷ്യരിലുണ്ട്. മറ്റൊന്നാണ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെതായ പ്രതാപങ്ങൾ, ഈ ലോകത്തിൻ്റെതായ ആകർഷണങ്ങൾ. മറ്റൊന്നാണ് സേറ്റാനിക് കിങ്ഡം. ഈ 3 ശക്തികൾ നിങ്ങളോട് പോരാടുകയും നിങ്ങൾക്ക് അതിന് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ that means you are not in the actual faith. ഇവിടെ പീറ്റർ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു പ്രീഷ്യസ് വിശ്വാസത്തിലല്ല. ജഡം നിങ്ങളോട് പോരാടുന്നില്ലെങ്കിൽ, ജഡം നിങ്ങളിൽ യുദ്ധം നടത്തുകയും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഓവർകം ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർഫീൽഡിൽ എങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഓൾറെഡി yielded ടു ദ ഫ്ലഷ്. നിങ്ങൾ ജഡത്തിൽ. അതാണ് കുമ്പനാട് പ്രസംഗം കേട്ടത്. അതാണ് കുമ്പനാട് രാഷ്ട്രീയക്കാരെ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വിളിച്ചത്. എന്താ? ലോകത്തിൽ മോഹത്താലുള്ള നാശത്തിൽ പതിച്ചു. ഞാൻ നല്ല പച്ച മലയാളത്തിലാണ് പറയുന്നത്. എന്തുകൊണ്ടാ? വിശ്വാസത്തിന്റെ പരിശോധന വന്നപ്പോൾ they did not employ every effort. അവിടെ ഇവിടെ ജാതികളിൽ നടക്കുന്ന വാർത്താക്കാരുവാണെങ്കിൽ കൺവെൻഷനെ വിളിക്കട്ടെ. കത്തോലിക്കൻ ദേശീയ പോർട്ടലിൽ ദേശീയ കൺവെൻഷന്റെ ബാനർ വെച്ചിരിക്കുക, അവരെ വിളിക്കട്ടെ. അല്ല, പെന്തക്കോസ്തുകാരെ നിനക്ക് സ്കൂളോ കോളേജ് സ്ഥാപിക്കുന്നെങ്കിൽ അതൊരു കൊമേഴ്ഷ്യൽ കാര്യമാണ്, നീ വിളിക്കെങ്കിൽ വിളിക്കുക. പക്ഷെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ദൈവ മക്കളെ കൂട്ടുവരുത്തി, ദൈവ സാന്നിധ്യം അനുഭവിച്ച്
സന്തോഷത്തോടു കൂടെ കർത്താവിനെ മഹത്വപ്പെടുന്നതാണ് കൺവെൻഷൻ. പാർട്ടി പവർ കാണിക്കുന്നതല്ല, വോട്ട് ബാങ്ക് കാണിക്കുന്നതല്ല. സംഭവിച്ചതെന്താ? വിശ്വാസത്തിന്റെ പരിശോധന വന്നപ്പോൾ എഫേർട്ട് എടുത്തില്ല, ഈൽഡ് ചെയ്തു പോയി, ലോകത്തിൽ മോഹത്തള്ള നാശത്തിൽ പോയി. അതിൻ്റെ പരസ്യ കോലങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതെന്തിനാ നമ്മുടെ മുമ്പിൽ ദൈവം കാണിച്ചത്? ദൈവ മക്കളെ, നിങ്ങളുടെ മുമ്പിൽ നാളെ ഇതേ അനുഭവം വരും. നമ്മുടെ മുമ്പിൽ ഇതേ അനുഭവം വരുമ്പോൾ, വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ, നിങ്ങളുടെ മുഴുവൻ എഫർട്ടും നോ ലോർഡ് പ്ലീസ് ഹെൽപ് മീ, ഐ ഡോണ്ട് നീഡ് ദിസ്, എനിക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട, എന്റെ പ്രാണനും ആത്മാവ് രക്ഷ പ്രാപിക്കണം. യു ആർ മൈ ലോർഡ്, നീ പാതാളത്തിൽ പോയി എനിക്ക് പകരമായി വെന്തുരിഞ്ഞവനാണ്, എന്റെ പാപത്തിന്റെ ശിക്ഷ നീ വഹിച്ചവനാണ്, മരിച്ചിട്ട് ഉയർത്തെന്നിട്ട് നിന്നെയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ലോർഡ് സേവ് മീ ഫ്രം ദിസ്. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും. കാരണം അത്ര പോരുകളുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും ലോർഡ് സേവ് മീ. അപ്പൊ ചോദിക്കും, പാസ്റ്റർ രക്ഷിക്കപ്പെട്ടതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. എംപ്ലോയ് എവറി എഫേർട്ട്, എംപ്ലോയ് എവറി എഫേർട്ട്. നിങ്ങൾ ക്രിസ്തുവിന്റെ എനർജി വരണമെങ്കിൽ, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടണം. ഇത് വെളിപ്പെടുന്നതിന് മുമ്പാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവത്തെയാണ് നിങ്ങളുടെ പേഴ്സണൽ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ടാസ്ക് എന്താ? ഡിവൈൻ സ്വഭാവം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിങ്ങളിൽ വസിച്ചുകൊണ്ട് ഈ 3 ശത്രുക്കളിൽ നിന്നുള്ള ടെംപ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യുവാൻ അവനിൽ ആശ്രയിക്കുക. വേറെ ഒരു വഴിയില്ല. നിങ്ങൾ വചനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, വചനത്തിൽ എങ്ങനെ എഴുതിയിട്ടോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഹിസ് പേഴ്സണൽ അപ്പിയറൻസ്, ഹിസ് പേഴ്സണൽ റെവലേഷൻ, ഇതിനെയാണ് റെവലേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന സത്യം തന്നെയാണ്. അതിൽ കൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വെളിപ്പെടുന്നില്ലെങ്കിൽ, യു ആർ സ്റ്റിൽ അണ്ടർ ദ ബോണ്ടേജ്. യു നീഡ് റിഡംപ്ഷൻ. അപ്പോൾ നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന നിന്നെ വെളിപ്പെടുത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് എങ്ങനെ വെളിപ്പെടുത്തിയത്? നിന്റെ പാപ സ്വഭാവത്തെ, അതിന്റെ ന്യായവിധിയെ വെളിപ്പെടുത്തി. ഇതേപോലെ തന്നെ ഓരോ കാര്യത്തിലും നിന്നിൽ ദിവ്യ സ്വഭാവത്തിന് ഓപ്പോസിറ്റായി നിൽക്കുന്ന നിന്റെ ഹ്യൂമൻ നേച്ചർ, ഡിവൈൻ നേച്ചർ ഓപ്പോസിറ്റായി നിന്നിലുള്ളതായിട്ട് ഹ്യൂമൻ നേച്ചർ, അതിനാണ് ഈ ഫ്ലഷ് എന്ന് പറയുന്നത്. അതിനെ നിനക്ക് വെളിപ്പെടുത്തുമ്പോൾ നീ അത് സമ്മതിച്ച് അതിന് ഓവർകം ചെയ്യുക. അത് ദിവ്യ സ്വഭാവം നിനക്ക് വേണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു നിന്നിൽ വസിക്കുകയും നീ അവനോട് അനുസരണമുള്ളവനായി തീരണം. അതിനെയാണ് ക്രിസ്ത്യൻ എനർജി എന്ന് പറയുന്നത്. മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതോ, പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്നതോ, പ്രവചിക്കുന്നതോ, അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൃപാവരങ്ങളെ പ്രദർശിപ്പിക്കുന്നതാണെന്ന്. നോ, ക്രിസ്തു നിന്നിൽ വെളിപ്പെടുന്നത്. ഇനി അടുത്തത്, ഇത് ഞാൻ കഴിഞ്ഞ ചിന്തിച്ചതാണ്, കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞേ ഉള്ളൂ. Then you will get a Christian energy. In exercising the virtue അല്ലെങ്കിൽ Christian energy, develop knowledge. അപ്പം നിനക്ക് പരിജ്ഞാനം കിട്ടും. യെസ്, ബുദ്ധിമുട്ടിലും തീയുടെ അവസ്ഥയിൽ കൂടെ പോയെങ്കിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വെളിപ്പെടും എനിക്ക് ശാസ്ത്ര. യെസ്, ഐ ആം സംതിങ് ഡിഫറെന്റ്. ഞാൻ പഴയ മനുഷ്യനല്ല. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം. By then, in exercising knowledge, develop self-control. ഇവിടെ കുറച്ച് ദിവസങ്ങൾ ഇന്നത്തെ പെന്തിക്കോസ്തിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്കൊന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ, എവിടുന്ന ഞാനെന്താ പറഞ്ഞ, പെന്തിക്കോസ്തിന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. നമ്മൾ ജാതികളിൽ നിന്ന് രക്ഷ പ്രാപിച്ചു വന്നവരാ, നമ്മൾ ആരും യഹൂദന്മാരല്ല. അതിനേക്കാളും ഡേഞ്ചറസ് ആയ ഒരു ഫീൽഡിലാണ് നാം നിൽക്കുന്നത്. സെൽഫ് കൺട്രോൾ. അപ്പൊ എന്ത് വേണം? ആദ്യത്തെ സ്റ്റെപ്പാണ് വിശ്വാസത്തിന്റെ പരിശോധനയില് ബൈ എക്സസൈസിങ് എവറി എഫേർട്ട്. ക്രിസ്തുവിൽ മാത്രമുള്ള ആശ്രയത്തിന് കുറച്ച് ബുദ്ധിമുട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്ത്യൻ എനർജി കിട്ടും. ആ എനർജി കൊണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവും. ആ എക്സ്പീരിയൻസിന് നിങ്ങൾക്ക് എംപ്ലോയ് ചെയ്യുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സെൽഫ് കൺട്രോൾ. ഇന്ദ്രിയ ജയം എന്ന് മലയാളത്തിൽ പറയും.
വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് വിശ്വാസികൾ ലോകത്തിലേക്ക് ചായുന്നത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളായിട്ട് 5 പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ത്വക്ക്. കണ്ണിന് ഇമ്പമായുള്ളതൊക്കെയും നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഫസ്റ്റ് കണ്ടീഷനിൽ തോറ്റിരിക്കുക. നിന്നിൽ ക്രിസ്ത്യൻ എനർജി ഇല്ല. നീ വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഫെയിലായിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേജ് നിൽക്കുന്നേ. You know about Christ, but you never experienced Christ resurrected. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നീ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതം അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ചെവിയുടെ പരിച്ഛേദന. അടുത്ത ദിവസം ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ ഒരാളെ കുറിച്ച് ഒരു കാര്യം പറയാൻ പോവാണ്. ഒരു കാലത്തും അവരോട് പറയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പ് തന്ന ഞാൻ പറയാം. എന്നെ ബൈൻഡ് ചെയ്യാൻ നോക്കുന്ന ഒരു ട്രിക്ക് കണ്ടായിരുന്ന ഉടനെ എനിക്ക് മനസ്സിലായ, സഹോദരി, ട്രിക്ക് ഇങ്ങോട്ട് വേണ്ട, ആ വെള്ളം അവിടെ വെച്ചാൽ മതി. ഞാൻ പാസ്റ്റർ ഒരു കാലത്തും പറയുന്ന പറഞ്ഞ എന്നെ അവരുടെ ഇഷ്ടത്തിനൊക്കെ ബൈൻഡ് ചെയ്യുക. ഇതാണ് നിക്കോളാവരുടെ ഉപദേശം എന്ന് പറയുന്നത്. ഞാൻ ഒരു കാലത്തും പറയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ സോളിന് ഞാൻ അടിമപ്പെട്ടു പോകും. ഞാൻ ഉദാഹരണം പറയാൻ എന്താ കാരണം അറിയാം? വിശ്വാസ ഗോളത്തിൽ അനേകർക്കുള്ള സ്വഭാവമാണ് ബാക്ക് ബൈറ്റിംഗ്. അതെ, നീ കേട്ടോ, വളരെ ചീപ്പായിട്ട് ശത്രു കൊണ്ട് കെട്ടുന്ന പരിപാടിയാ. എന്താണെന്നറിയാം? ചെവിക്ക് പരിച്ഛേദനയില്ല, ഇന്ദ്രിയ ജയമില്ല. കണ്ണിന്റെ വിഷയം വേറൊന്ന്. നാവ്. ഒരു കാര്യം വന്നാൽ ഇത് ഏറ്റവും മരണകരമായ സാധനമാണെന്ന് അറിയാമല്ലോ. യാക്കോബ് ലേഖനത്തിൽ വെച്ചിരിക്കുന്നത് നരകത്തീ കൊളുത്തുന്ന സാധനമാണ് ഈ നാവ്. നമ്മുടെ മുമ്പിൽ ഒരു പ്രതികൂല സാഹചര്യം ദൈവം അനുവദിച്ചൊരുക്കി നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതിന് നീ അറസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് ഇന്ദ്രിയ ജയമില്ല. നിന്റെ നാവിമേ നിനക്ക് ജയമില്ല. യു ആർ സ്റ്റിൽ ഇൻ ദ ബിഗിനിങ്. ഇൻഫാൻസിലെ പാമ്പേഴ്സ് കെട്ടിക്കൊണ്ടിരിക്കുക. ഈ ദേവദാസന്മാർ എന്നും പാമ്പർ കൊണ്ട് നടക്കുന്നവരല്ല കേട്ടോ. ശൈശവത്തിൽ പാമ്പേഴ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് വാളും ചുറ്റിക്കും. ഈ പാസ്റ്റർ എന്താ ഈ പറയുന്നത് വിചാരിക്കും. ഇങ്ങനെ പണിയാൻ പറ്റുള്ളൂ. എന്താ പറയുന്നത്? ദിവ്യ സ്വഭാവത്തിന് നിങ്ങളെ കൂട്ടാളികളായിട്ട് നിർത്തണം. അതിന് വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോ, അയ്യോ ആ പാസ്റ്റർ ഇങ്ങനെയല്ലേ പറയുന്നത്, ഈ പാസ്റ്റർ ഇങ്ങനെയല്ലേ പറയുന്നത്, നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകുള്ളൂ, എന്നാ വേണ്ട പോയേക്കാം, അടുത്ത ശേഷം പിടിച്ചു. അത് സംഘടനയാ. നിന്റെ ഉള്ളിലെ പ്രവൃത്തി നടക്കണം. യു മസ്റ്റ് എംപ്ലോയ് എവറി എഫേർട്ട് ഇൻ യുവർ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ്. അല്ലെങ്കിൽ നീ പോക്ക. അതിൻ്റെ പച്ച കോലാഹലമാണ് കുമ്പനാട് കൺവെൻഷൻ നമ്മൾ കാണുന്നത്. കുമ്പനാട് എന്ന് പറയുമ്പോൾ വേൾഡ് പ്രസിദ്ധമാണല്ലോ. മറ്റതൊക്കെ അങ്ങനെ തന്നെയാണ്. നാണം കെട്ട പരിപാടി. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെയുണ്ട്. പോട്ടയിൽ നടക്കുന്നുണ്ട് ദേശീയ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. ഇന്ന് കൺവെൻഷനുകളുടെ മാർക്കറ്റാണല്ലോ. നവംബർ മാസം അവസാനം തുടങ്ങി ഒരു ഫെബ്രുവരി അവസാനം വരേക്കും. ഇതിലൊന്നും ദൈവം വസിക്കുന്നില്ല. ഈ കാര്യങ്ങൾ കൂടെ കടന്നുപോയി, ഈ സ്റ്റെപ്പായിട്ട് കടന്നുപോയി ഇതിൽ നീ ജയം പ്രാപിച്ച നിന്നിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ നീ വലിയ പ്രസംഗമൊന്നും പ്രസംഗിക്കേണ്ട. നീ വെറുതെ നടന്നാൽ മതി. അപ്പോൾ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോടെയാണ് നിനക്ക് കിട്ടേണ്ടത് നിന്റെ സെൽഫ് കൺട്രോൾ. നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ നിനക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നീ ഇൻഫാൻസിൽ നിൽക്കുന്നേ ഉള്ളൂ. നിന്റെ നാവിന് നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലയോ? നിന്റെ ചെവിയിലേക്ക് വരുന്നതിന് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലയോ? പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമില്ലാതെ മുറിച്ച് കളയുക. മറ്റൊന്നാണ് ത്വക്ക്. ഇതിനെ പറഞ്ഞ സഹോദരിമാരൊക്കെ അല്പമായിട്ട് ഇടറും. നീ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടതാണെങ്കിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് എന്താണോ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ്.
ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡായിട്ടൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന എന്താണോ അതിനേക്കാളും കൂട്ടാനോ കുറയ്ക്കാനോ പോകണ്ട. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ 29th വയസ്സിലാണ് 30ാമത്തെ വയസ്സിലാണ് വിശ്വാസ കൺവെർഷനാവുന്നത്. അന്ന് എൻ്റെ ഒരു 50% തലമുടി നരച്ചിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടില്ല. നരച്ച തല ശോഭയുള്ള കിരീടം നീതിയുടെ മാർഗത്തിലാണ് സമ്പാദിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, വലിയ സന്തോഷമായി. പിന്നെ ഞാൻ ഡൈ ചെയ്യാൻ പോയില്ല. അന്ന് ഞാൻ വിശ്വാസത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലും രക്ഷമായിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്ന ബാർബർ സ്ഥിരമായിട്ട് എന്നോട് പറയും, ചേട്ടാ ഇതൊന്ന് കറുപ്പിച്ചുകൂടെ. പല പ്രാവശ്യം വേണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയും, എൻ്റെ ഉള്ളിൽ പറയും, നരച്ച ചില ശോഭയുള്ള കിരീടം നീതിയുടെ മാർഗത്തിൽ സമ്പാദിക്കുക. സദൃശവാക്യങ്ങളൊരു വാക്യ. എന്താണ് അത് ബലപ്പെടുത്തിയത്? ദൈവവചനം. അപ്പം എന്താ? സെൽഫ് കൺട്രോൾ കിട്ടുക. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞത് നീ തന്നെ ഈ വിശ്വാസത്തോട് പരിജ്ഞാനത്തോട് വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് നിന്നിൽ വസിക്കുന്ന ക്രിസ്തു മുഖാന്തരം നീ ഈ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം. ഇതിനെ ജയിക്കാത്തത് കൊണ്ടാണ് ഈ സ്ഥാനമാനങ്ങൾ, ലോകമോഹങ്ങൾ, ലോകത്തിലെ പോലെ ജനത്തെ പോലെ മറ്റുള്ളവർക്ക് പോലെ നമുക്കും വേണം. നിന്നിലാണ് ദൈവസഭ, നീയാണ് ദൈവസഭ. നിന്നിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ? നീ ദൈവസഭയാ. ദൈവം വസിക്കുന്ന ഇടം, ദൈവത്തിൻ്റെ ആലയം. ഈ കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ചെവിയെ, നാവിനെ, കണ്ണിനെ, ത്വക്കിനെ, വായെ ഇതിൽ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറയും, കർത്താവേ ഇത് എൻ്റെ സ്വഭാവമാണ്, ഇത് ദിവ്യ സ്വഭാവമല്ല എന്ന് പറഞ്ഞ നാളോടെ മിണ്ടരുന്നിരിക്കുന്നതല്ല, കണ്ണടച്ചിരിക്കരുത്. അത് ലീഗലിസം. ഞാൻ ലീഗലിസം അല്ല പ്രസംഗിക്കുന്നത്. നിന്റെ നേച്ചർ അതാണ്. നിനക്കിതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു, ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, സൈറ്റാനെ ജയിച്ചവൻ, പാപത്തിന് പരിഹാരമായി തീർന്നവൻ, നമുക്ക് തുല്യമായി സകലത്തിനും പരീക്ഷിക്കപ്പെട്ടവനാ. സ്റ്റിൽ ഹി ഡിഡ് നോട്ട് സിൻ. അവൻ പാപം ചെയ്തിട്ടില്ല. ഇതിനെല്ലാത്തിനും ജയിച്ചവനാണ്. നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട മനുഷ്യപുത്രൻ, രക്ഷാനായകൻ. എനി ടൈം യു ക്യാൻ ആക്സസ് ടു ഹിം. മറ്റ് ജാതികൾക്കാണ് അവിടെ ദൈവങ്ങൾക്ക്. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകണമെങ്കിൽ എന്താ പിരിയുള്ള സ്ത്രീകൾക്ക് പോകാൻ പാടില്ല. നമ്മുടെ കർത്താവിന് അങ്ങനെയൊന്നുമില്ല. He himself is our righteousness. നമ്മുടെ റൈഷ്യസ് അല്ല നോക്കുന്നത്. ശബരിമലയ്ക്ക് പോകണമെങ്കിൽ പുരുഷന്മാർ തന്നെ നോമ്പെടുക്കണം, വ്രതമെടുത്തിട്ട് വേണം പോകാൻ. അത്രയും പരിശുദ്ധനാണ്. ദൈവക്രോധം വകച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റാ. അതിനിത്ര ഡിമാൻഡ്. വിശ്വാസിക്ക് സെൽഫ് കൺട്രോൾ ഇല്ല. അതിപരിശുദ്ധ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ്, അവരിലാണ് വസിക്കുന്നത്. എന്നിട്ട് സെൽഫ് കൺട്രോൾ ഇല്ല. നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാം. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ അനുഭവത്തിലും നിങ്ങളുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഡിവൈൻ നേച്ചർ ആണോ നിങ്ങൾ കൂടെ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് വെളിപ്പെടുന്നത്? ഫസ്റ്റ് നിങ്ങൾ തന്നെ വെളിപ്പെടും. അതിൻ്റെ ഇൻറ്റൻഷൻ വരും. അതിന് വരുമ്പോൾ ക്രൂശിക്കാതെ പദപ്പോൾ പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദേശിച്ചിട്ട് ഞാൻ തന്നെ നശിച്ചു പോകാതിരിക്കാൻ ഞാൻ എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയാണ്. ജഡത്തിന്റെ മോഹവും ആത്മാവിന്റെ ഇഷ്ടവും തമ്മിൽ പ്രതികൂലമല്ലയോ? ആത്മാവിന് ആ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ, ഈ ശരീരത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയും പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നീ ജീവിക്കും. ഏതെന്തോടത്തിന് തുല്യമായ അതിനേക്കാൾ കഷ്ടപ്പെട്ട ഒരു ഉപദേശമാണിത്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നീ ജീവിക്കും. അപ്പൊ കുമ്പനാട് നടന്നത് എന്താ? മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നോ, ജീവന്റെ ശുശ്രൂഷയായിരുന്നോ? നിങ്ങൾക്ക് തന്നെ വിവേചിക്കാം. അനേക വീഡിയോകളുണ്ട് യൂസിലുണ്ട്. ഇതൊക്കെ നമുക്ക്
അനുഭവത്തിൽ തന്നിരിക്കുന്നതെന്നറിയാം, ബി കെയർഫുൾ. ഈ സ്റ്റെപ്പിൽ കൂടെ ഒരു അവസാന വാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവ ഉണ്ടായി വർത്തിക്കുന്നുവെങ്കിൽ, വേഴ്സ് 8 നമ്മൾ അവിടേക്ക് വരും. ഫോർ ആസ് ദീസ് ക്വാളിറ്റീസ് ആർ യുവേഴ്സ് ആൻഡ് ഇൻക്രീസിംഗ്ലി അബൗണ്ട് ഇൻ യു, they will keep you from being idle or unfruitful unto the full personal knowledge of our Lord Jesus Christ. ഇവ നിന്നിൽ ഉണ്ടായി വർത്തിക്കുന്നുവെങ്കിൽ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നാൽ പോരാ, ഡേ ബൈ ഡേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ ഈ ട്രാക്കിലേക്ക് നടത്തുന്നത്. ഇപ്പൊ നാം പഠിക്കുന്നുണ്ട് പെർസീവറൻസ്, സ്ഥിരത. നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്റെ ഫെയ്ത്ത് എക്സസീവ്. ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഉയർത്തെന്നിട്ട് അവന്റെ ക്രിസ്തുവിലുള്ള ആശ്രയം, ഇതാണ് ഫെയ്ത്ത്. നിന്റെ പരിശോധനകളിൽ നിന്നിൽ നിന്ന് നിന്നെ തന്നെ വെളിപ്പെടുമ്പോൾ, ലോർഡ് ഇത് ഡിവൈൻ നേച്ചർ അല്ല, പ്ലീസ് ഹെൽപ് മീ. ഇതാണ് ആശ്രയിക്കാന്ന് പറയുന്നത്. കൃപാസനം എവരും, ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയ്ക്ക് പോകണമെങ്കിൽ വ്രതം എടുക്കണം. സഹോദരിമാർക്ക് അവിടെ പോകാൻ പറ്റില്ല. നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് ഒരു വ്രതവും വേണ്ട. എല്ലാ വ്രതങ്ങളും ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞു. ഇറ്റ്സ് ഫ്രീ എനി ടൈം. ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് പോലും നിനക്ക് ആദ്യ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാം. ഇറ്റ് ഈസ് നോട്ട് യുവർ റൈഷ്യസ്നസ്. ഉയർത്തുന്ന ക്രിസ്തുവിൻ്റെ റൈഷ്യസ്നസ് ആണ് നിനക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. എനി ടൈം യു ക്യാൻ ആക്സസ്, എനി ടൈം. തത്സമയത്ത് സഹായത്തിനായിട്ട് കൃപാസനത്തിലേക്ക് അടുത്തില്ല. തത്സമയം. ഇഫ് യു സീക്ക്, നിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് നടക്കാനല്ല, ദൈവഹിതം നിന്നിൽ നടക്കാൻ, ഈ ദിവ്യ സ്വഭാവം നിന്നിൽ വെളിപ്പെട്ട് വരുവാതൊക്കെ വേണം. നീ ആഗ്രഹത്തോടുകൂടെ ലോർഡ് പ്ലീസ് ഹെൽപ് മീ എന്ന് ചോദിച്ച സെക്കൻഡുകൾക്കുള്ളിൽ ആ ദിവ്യ സ്വഭാവം നിന്നിൽ വെളിപ്പെടും. യു ക്യാൻ ഓവർകം ദാറ്റ്. പിന്നെയും വരും. ആസ് ലോങ് ആസ് യു ആർ ഇൻ ദിസ് ബോഡി, നിന്റെ ജഡം ക്രൂശിച്ചിടാനേ പറ്റുള്ളൂ. സൈറ്റാൻ കിങ്ഡത്തെ ദൈവം മാറ്റിയിട്ടില്ല. ഇറ്റ് ഈസ് ദെയർ എവരിവെയർ. അതിൻ്റെ ഒപ്രഷൻസ് ഉണ്ടാവും, ടെംപ്ടേഷൻസ് ഉണ്ടാവും. അവിടെയാണ് നിനക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യം, ജയിച്ചവനായ ക്രിസ്തുവിൻ്റെ ആവശ്യം. അപ്പം നിനക്ക് ഏകദേശം കുറച്ച് മനസ്സിലായി എന്ന് തോന്നും. ഇതൊന്നും ഇല്ല, ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ നിങ്ങൾ വലയ്ക്കുന്നവരാ, നരകത്തിലേക്ക് നയിക്കുന്നവരാ. റൺ അവേ ഫ്രം ദം, റൺ അവേ. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ വക വിട്ടോടി, അതായത് ലോകത്തുള്ള കാര്യങ്ങളൊക്കെ വിട്ട് ഓടി നീതി സമാധാനം അന്വേഷിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സെൽഫ് കൺട്രോളിൻ്റെ കാര്യം ഞാൻ അത്രയും പച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പെന്തിക്കോസ്തിനകത്ത് അത്രയും പച്ചയായി പറയേണ്ട അവസ്ഥ പോലും വന്നിരിക്കുകയാണ്. അത്രയും. കാരണം എന്താ പറയുക, വീണ്ടും ജനനം പ്രാപിക്കാത്ത കള്ളന്മാർ ഇതിനകത്ത് കയറി വന്നു. പാസ്റ്റർമാരായി, പ്രവാചകന്മാരായി, ശുശ്രൂഷകന്മാരായി. ഇന്നിപ്പോൾ യൂട്യൂബ് ഉള്ളത് കൊണ്ട് ഇഷ്ടംപോലെ ചാനലുകൾ തുറന്നിരിക്കുകയാണ്. എല്ലാവരും അങ്ങ് പ്രസംഗികൾ പഠിപ്പിക്കുന്നവരായി, ക്രിട്ടിസൈസ് ചെയ്യുന്നവരായി. നിന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നേ. ആദ്യം നിന്നിൽ ക്രിസ്തു വെളിപ്പെടുന്നുണ്ടോ? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണോ? നിന്നിൽ സംസാരിക്കുന്ന ക്രിസ്തുവാണോ? ഇതല്ലേ പെന്തിക്കോസ്ത് പോയില്ല, എടാ നിനക്കും എനിക്ക് തമ്മിൽ എന്താ വ്യത്യാസം? ജാതികൾ ചോദിക്കുന്നതാണ്, നിനക്കും എനിക്ക് തമ്മിൽ എന്താ വ്യത്യാസം? അങ്ങാടിയിൽ കള്ളുകുടിയന്മാരെ അടിയുണ്ടാക്കുന്നു, നിന്റെ കൺവെൻഷൻ സെൻറ്ററിൽ അടിയുണ്ടാക്കുന്നു. മൂപ്പന്മാരെ, നിന്റെ ശ്രേഷ്ഠന്മാരെ ജാതികളുടെ മുമ്പിൽ സുവിശേഷം പോലും പറയാൻ പറ്റില്ല. നമ്മൾ ആരും പെന്തിക്കോസ്ത് ചേർക്കാനല്ല, നിന്നിൽ ക്രിസ്തു ഒരു ഭാഗവാനാണ് സംസാരിക്കുന്നത്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ ദൈവ സ്വർഗീയ പിതാവേ, ആരെയും കർത്താവെ തുച്ഛീകരിക്കുവാനല്ല, നിന്റെ വരവിനായിക്കൊണ്ട് നിന്റെ ശരീരത്തെ ഒരുക്കുവാൻ ഈ വചനങ്ങൾ ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കേൾക്കുന്നവർക്ക് നിന്നെ അറിയുവാൻ, അനുഭവിച്ചറിയുവാൻ കർത്താവെ നീ അവരെ സഹായിച്ചേ മതിയാവുള്ളൂ. നിന്നെ കൂടാതെ ഞങ്ങൾക്കൊരു ഗുണമില്ലെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവ്, ഈ കേൾക്കുന്നവർക്ക് അംഗീകരിച്ച് നിന്റെ ദിവ്യ സ്വഭാവം കർത്താവിനെ ഉളവാക്കുവാൻ നീ അവരെ വസിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രവൃത്തികൾ നിന്റെ വീര്യബലത്താൽ കർത്താവ് രക്ഷിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ.